മദീന പള്ളിയിൽ ഒരു ഇശാ നിസ്കാരം നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇമാമ്. ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ സഹാബിമാരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ നിൽക്കുന്നത്. ആ നിസ്കാരത്തിൻ്റെ വലുപ്പവും ഭംഗിയും എത്രയായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കുക. സുജൂദിലേക്ക് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. സഹാബിമാർ മുമ്പും നബിൻ്റെ കൂടെ നിസ്കരിച്ചിട്ടുണ്ടല്ലോ. അപ്പം എന്താണ് നബി ഇത്ര നേരം സുജൂദിൽ കിടക്കുന്നത്? പിറകിൽ നിന്ന് ഷദ്ദാദ് ബിൻ ഹാദി അൽ-ലൈസി റളിയല്ലാഹു അൻഹു തല ഉയർത്തി നോക്കി. കാരണം അവർക്ക് പേടിയായി, നബിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ. അപ്പം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നബിയുടെ പേരക്കുട്ടി കൂടി പള്ളിയിലേക്ക് വന്നിട്ടുണ്ട്, ഹസൻ അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകത്ത് കുട്ടി കയറിയിരിക്കുകയാണ്. നബി സുജൂദിലാണ്. അപ്പം ഈ സഹാബി വീണ്ടും സുജൂദിലേക്ക് തന്നെ മടങ്ങി. നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബിമാരൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സുജൂദ് വല്ലാതെ നീണ്ടുപോയി. ഹത്താ വനന്ന അന്നഹു ഖദ് ഹദസ അംറുൻ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഞങ്ങൾ പേടിച്ചു പോയി. ഔ അന്നഹു യുഹാ ഇലൈക്, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വഹി നിങ്ങൾക്ക് വന്നോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. അതാണ് സുജൂദ് അത്ര നീണ്ടുപോയത് എന്ന് ഞങ്ങൾ കരുതിനാൻ. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊന്നും ഉണ്ടായിട്ടില്ല. അതൊന്നുമല്ല സുജൂദ് നീണ്ടുപോകാനുള്ള കാരണം. വലാകിന്ന ബനി ഇർതഹലനി, എൻ്റെ ഈ മകൻ, എൻ്റെ പേരക്കുട്ടി, അവൻ എൻ്റെ മുതുകത്ത് കയറിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഓൻ്റെ ആവശ്യം കഴിയട്ടെ, അവൻ്റെ പൂതി തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സുജൂദിൽ തന്നെ കിടന്നതാണ്. മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവിയിൽ ഇശാ നിസ്കാരത്തിന് ജമാഅത്തിന് ഇമാമ് നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് നമ്മൾ കാണുന്നത്. മക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവനായിരുന്നു. കുട്ടികൾ അത്രക്കും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത ആളായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക് നമ്മൾ ഓർത്തു നോക്കുക. ഇന്നമാ ഫാത്തിമതു ബദഅതു മിന്നി, ഫാത്തിമ എൻ്റെ ഒരു കഷ്ണമാണ്, എൻ്റെ ഒരു കഷ്ണമാണ് എൻ്റെ മോള് ഫാത്തിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളെപ്പോലെ വികാരങ്ങളുണ്ട്. നബിക്കും സങ്കടവും സന്തോഷവും ഉണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെപ്പോലെ മജ്ജയും മാംസവുമുള്ള മനുഷ്യനായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കല്ലല്ലോ, പ്രകാശത്തു നിന്നുള്ള സൃഷ്ടിയുമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ്, പ്രകാശമാണ് അള്ളാഹു ആദ്യമായിട്ട് സൃഷ്ടിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല. ഈ പ്രപഞ്ചം മുഴുവൻ നബിക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതൊക്കെ പച്ചക്കളവാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള കളവാണ്, കള്ള റിപ്പോർട്ടുകളാണ്. ഈ പ്രപഞ്ചം മുഴുവൻ അള്ളാഹു സൃഷ്ടിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു ആദ്യം സൃഷ്ടിച്ചിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറല്ല. മുഹമ്മദ് നബി പ്രകാശത്തു നിന്നുള്ള സൃഷ്ടിയുമല്ല. അറേബ്യയിൽ മക്കയിൽ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായിട്ട് ജനിച്ചു. ആ നബിക്ക് നിഴലില്ല എന്ന് പറയാൻ തെളിവൊന്നുമില്ല. പച്ചയായ മനുഷ്യനായിരുന്നു. എന്നാൽ സാധാരണ മനുഷ്യനാണോ? സാധാരണ മനുഷ്യനല്ല. നബിക്ക് വഹിയുണ്ട്, നബിക്ക് മുഅ്ജിസത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്തും റിസാലത്തും ഉണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമോൻ ഇബ്രാഹിം, ആ ഇബ്രാഹിം മരണത്തോട് മല്ലിടുന്ന രംഗം സഹാബിമാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അനുചരന്മാരുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകാൻ. അപ്പോൾ കൂടെ നിൽക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അൻത യാ റസൂലല്ലാഹ്, നബി നിങ്ങൾ കരയാണോ? നിങ്ങൾ കരയുകയാണോ? ഇബ്നു ഔഫ്, ഇന്നഹാ റഹ്മ. അബ്ദുറഹ്മാൻ, ഇത് അള്ളാഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഖൽബിൽ ഇട്ടുകൊടുക്കുന്ന റഹ്മത്താണ് അബ്ദുറഹ്മാൻ. ഇബ്രാഹിം എന്ന പൊന്നുമോന് മരിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നൽ ഐന തദ്മഅ, നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. വൽ ഖൽബു യഹ്സൻ, നമ്മുടെ ഹൃദയം വിങ്ങുന്നുണ്ട്. വലാകിൻ ലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുന, പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വാക്കും ഞാൻ പറയുകയില്ല. വ ഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, തീർച്ചയായും ഇബ്രാഹിം നിന്റെ വേർപാടിൽ ഞങ്ങൾ അങ്ങേയറ്റം ദുഃഖിതരാൻ. വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കൾ മരിക്കുക എന്ന് പറഞ്ഞാൽ
അത് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സങ്കടം എത്ര അനുഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളിൽ 6 മക്കളും നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് മരിച്ചിട്ടുണ്ട്. നമ്മളെന്താ വിചാരിക്കുന്നത്, ദീന് ഉഷാറാണെങ്കിൽ അള്ളാഹു അങ്ങനെയൊന്നും നമ്മളെ പരീക്ഷിക്കൂലെന്നോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും ദീനുള്ള വേറെ ആരാണുള്ളത്? ദീനിന്റെ നിയമങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടാകൂല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും ദീനിന്റെ നിയമങ്ങൾ മുറുകെ പിടിച്ച വേറെ ആരാണുള്ളത്? സഹാബിമാര് നബിയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അയ്യുന്നാസി അശദ്ദു ബലാഅൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക ആരാൻ? എന്താ നബിന്റെ മറുപടി? അൽ അംബിയ, നബിമാരാൻ. സുമ്മൽ അംസൽ സുമ്മൽ അംസൽ, പിന്നെ അവരുടെ താഴെ വരുന്നവരാണ്, അവരുടെ താഴെ വരുന്നവരാൻ. ഫയുബ്തല അർറജുലു അലാ ഖദ്രി ദീനിഹി, ഒരാളുടെ ദീനിന്റെ തോതനുസരിച്ചിട്ട് പരീക്ഷിക്കപ്പെടുന്ന ആർന്നത്. ദീന് കൂടിയാലും പരീക്ഷണം കുറയല്ല ചെയ്യുക. ദീന് കൂടിയാൽ പരീക്ഷണത്തിന്റെ കടുപ്പവും കൂടും, പരീക്ഷണത്തിന്റെ തോതും കൂടും. അള്ളാഹു ദീന് മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, മക്കളോടുള്ള സ്നേഹം അത് നമ്മൾ പ്രകടിപ്പിക്കണം. അത് നമ്മുടെ വാക്കിലും പെരുമാറ്റത്തിലും കാണണം. ലുക്മാൻ അലൈഹിസ്സലാം മകൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ടല്ലോ. ആ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വിളി നമ്മൾ നോക്കുക. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, യാ ബുനയ്യ അഖിമിസ് സ്വലാഹ്. യാ ബുനയ്യ യാ ബുനയ്യ എന്ന് വിളിച്ചിട്ടാണ് ലുക്മാൻ അലൈഹിസ്സലാം മകനോട് സംസാരിക്കുന്നത്. ആ വിളി എത്ര സ്നേഹത്തോടുള്ള വിളിയാണ്, എത്ര റഹ്മത്തോടു കൂടിയുള്ള വിളിയാണ്. നമ്മളെങ്ങനെ മക്കളെ ഉപദേശിക്കാറുള്ളത്? ആകെ ഒച്ചയും വിളി ഉണ്ടാക്കി കുറച്ച് ചാടി, അങ്ങനത്തെ ഒരു ഉപദേശമല്ല ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓൻ്റെ കൂടെ വേറെ ആളുണ്ടോ, ഓൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണോ ഓനുള്ളത്, ഞാനിപ്പോൾ പറഞ്ഞാൽ അത് ഓനക്കൊരു മാനക്കേടാവോ, ഇതൊന്നും നമ്മൾ നോക്കൂല. ചില ആൾക്കാർക്ക് ഒരു സ്ഥലകാല ബോധം ഉണ്ടാവില്ല. പെണ്ണെട്ടി 4 കുട്ടികളായിട്ടുണ്ടാകും, എന്നാലും നാട്ടുകാരെ മുമ്പിലിട്ടിട്ട് മക്കളെ ചീത്ത പറയുന്ന ആൾക്കാർ. ഓൻ നന്നാവണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവരെ വിളിക്കുന്നിടത്തും അവരെ ചേർത്ത് പിടിക്കുന്നിടത്തും അവരെ ഉപദേശിക്കുന്നിടത്തൊക്കെ ആ സ്നേഹം കാണണം. ചില ആൾക്കാർക്ക് മക്കളെ ഉപദേശിക്കാൻ തന്നെ നേരം ഉണ്ടാവില്ല. ഓരോടൊന്ന് വർത്താനം പറയാനോ ഓരോ കൂടെ ഇരിക്കാനോ അവർക്ക് സമയം ഉണ്ടാവില്ല. നമ്മൾ ശരിക്കും നമ്മളോട് ചിന്തിക്കുക, നമ്മളോട് ചോദിക്കുക, എൻ്റെ മക്കളെ കൂടെ ഇരിക്കാൻ എനിക്ക് സമയം കിട്ടലുണ്ടോ? ഒരു ദിവസം ഒരു 10-15 മിനിറ്റ് കുട്ടികളുടെ കൂടെ ഇരിക്കാൻ നമുക്ക് സമയമുണ്ടെങ്കിൽ, അവർക്ക് നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് നേരമുണ്ടെങ്കിൽ, അവരെ ഉപദേശിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് വേറെ തന്നെയായിരിക്കും. നമ്മുടെ സ്നേഹത്തിന്റെ ആഴവും ലാളനയുടെ മധുരവും തലോടലിന്റെ തണുപ്പും ചുംബനത്തിന്റെ ചൂടൊക്കെ നമ്മുടെ മക്കളും അറിയണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിച്ചു, നബിന്റെ പേരക്കുട്ടിയൻ. അപ്പൊ തൊട്ടടുത്ത് അഖ്റ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, എനിക്ക് 10 കുട്ടികളാണ്, എനിക്ക് 10 മക്കളാണ്, പക്ഷെ ഒരാളെ പോലും ഞാൻ ഇന്ന് വരെ ചുംബിച്ചിട്ടില്ല. ആ ജാതി വാപ്പാരും ഉണ്ടാകും, ഇന്ന് വരെ ഒരാളെയും ഞാൻ ചുംബിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മല്ലാ യർഹം ലാ യുർഹം, ആര് കാരുണ്യം കാണിക്കുന്നില്ലയോ അവരോട് അള്ളാഹു കാരുണ്യം കാണിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ പരിഗണിച്ചിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുട്ടികളെ കണ്ടാൽ ഓരോട് സലാം പറയും. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അലുഹു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു. ഞാൻ കുട്ടികളെ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോട് പ്രത്യേകം സലാം പറഞ്ഞിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിരുന്നു. ഒരിക്കൽ നബിന്റെ സദസ്സിലേക്ക് പാല് കൊണ്ടുണ്ടാക്കിയ ഒരു പാനീയം കൊണ്ടുവരപ്പെട്ടു. അപ്പൊ നബിന്റെ വലതു ഭാഗത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇരിക്കുന്നുണ്ട്, ചെറിയ കുട്ടിയൻ. അപ്പുറത്ത് വലിയ വലിയ തലമുതിർന്ന സഹാബിമാരും ഇരിക്കുന്നുണ്ട്. അപ്പൊ നബിന്റെ ഒരു രീതി, എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വലതു ഭാഗത്ത് നിന്ന് കൊടുത്തു തുടങ്ങലാണ്. വലതു ഭാഗത്ത് ഇരിക്കുന്നത് ചെറിയ കുട്ടിയാണ്, ഇബ്നു അബ്ബാസാൻ. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അത്തഅ്ദനുലി അൻ ഉഅതി ഹൗലാ, നിനക്ക് തരുന്നതിന് മുമ്പ് ഞാൻ കുടിച്ചതിന്റെ ബാക്കി ഞാൻ ഇവിടെ ഇരിക്കുന്ന ആ മുതിർന്ന ആൾക്കാർക്ക് കൊടുക്കട്ടെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം ചോദിക്കുകയാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ ഊസിറു ബിനസീബി മിൻക അഹദ, നബി നിങ്ങളെ ബാക്കി കുടിക്കാൻ ഞാൻ അത് വേറൊരാൾക്ക് വിട്ടുകൊടുക്കൂല, അത് എനിക്ക് തന്നെ വേണം. അങ്ങനെ ആ പാത്രം
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു ഞാൻ. അപ്പം അപ്പുറത്തിരിക്കുന്നപ്പോൾ ചെറിയ കുട്ടിയല്ലേ, ഇപ്പുറത്ത് വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ, ഓരാദരിക്കണം സംശയമില്ല. അതുകൊണ്ടാണ് നബി ചോദിച്ചത് ഞാൻ ഓർക്ക് കൊടുക്കട്ടെ എന്ന്. പക്ഷെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് അനുവാദം കൊടുത്തില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് തന്നെ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളോട് നമ്മൾ കാരുണ്യം കാണിക്കുമ്പോൾ നമ്മുടെ റബ്ബ് നമ്മളോട് കാരുണ്യം കാണിക്കും. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടാനുള്ള മാർഗമാണ് നമ്മുടെ കുട്ടികളോട് നമ്മൾ റഹ്മത്ത് കാണിക്കുക എന്നുള്ളത്. ആയിഷ ബീവിൻ്റെ അടുക്കലേക്ക് ഒരു ഉമ്മ വരുന്നുണ്ട്, 2 പെൺകുട്ടികളെ കൂട്ടിയിട്ട്. വിശന്നിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചിട്ടാണ് വന്നത്. നമ്മുടെ ഉമ്മാൻ്റെ അടുത്ത് എടുത്തു കൊടുക്കാൻ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 3 കാരക്കകൾ എടുത്തു കൊടുത്തു. ഉമ്മാക്കൊന്ന്, 2 പെൺമക്കൾക്ക് ഓരോന്ന്. അങ്ങനെ ആ 2 കുട്ടികൾ ഓർക്ക് കിട്ടിയ കാരക്ക തിന്നു. എന്നിട്ട് ഉമ്മാൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് അടുത്ത കാരക്കക്ക് വേണ്ടിയിട്ട്. ആയിഷ ബീവി ഇങ്ങനെ കൗതുകത്തോടു കൂടി ശ്രദ്ധിച്ചു എന്താണ് ആ ഉമ്മ ചെയ്യാൻ പോകുന്നത്. ആ ഉമ്മ എന്താ ചെയ്തത്? ആ കാരക്ക 2 കഷ്ണങ്ങളാക്കി കീറിയിട്ട് ഓരോ കുട്ടിൻ്റെ കയ്യിൽ ഓരോന്ന് കൊടുത്തു. അതാണ് ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ. അത് ഉമ്മമാരുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ട് കൊടുത്തിട്ടുള്ള സ്നേഹമാണ്. ആയിഷ ബീവിക്ക് വലിയ കൗതുകമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സമയത്ത് ആയിഷ ബീവി വിഷയം പറഞ്ഞു, ഇങ്ങനെയൊക്കെ നടന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ അതിലെന്താണ് അത്ഭുതപ്പെടാനുള്ളത്? ലഖദ് റഹിമഹല്ലാഹ്, അള്ളാഹു ആ ഉമ്മയോട് കാരുണ്യം കാണിച്ചിട്ടുണ്ട്. ബിറഹ്മതിഹാ സുബയ്യിഹാ, ആ ഉമ്മയുടെ 2 മക്കളോടും കാരുണ്യം കാണിച്ചതിന്റെ പേരിൽ അള്ളാഹു ആ ഉമ്മയോട് കാരുണ്യം കാണിച്ചിട്ടുണ്ട്. വേറൊരു റിപ്പോർട്ടിലുള്ളത് ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന, ആ കാരക്ക ചീളുകൾ കൊണ്ട് ആ ഉമ്മാക്ക് അള്ളാഹു സ്വർഗം നിർബന്ധമാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് ആ ഉമ്മയെ അള്ളാഹു മോചിപ്പിച്ചിട്ടുണ്ട്. അപ്പം മക്കളോട് കാരുണ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്. അത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാനുള്ള കാരണമാണ്. നമ്മളിങ്ങനെ പറയും വാപ്പ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ വാതിലാണ്, ഉമ്മ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ വാതിലാണ്. അതിൽ സംശയമൊന്നുമില്ല. മക്കളും അതുപോലെ സ്വർഗത്തിൻ്റെ വാതിലാണ് എന്ന തിരിച്ചറിവ് ഓരോ വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാകണം. ഒരു പനി വരുമ്പോൾ, കടുപ്പുള്ളൊരു പനി വരുമ്പോൾ ഓനെടുത്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടുന്നത് നമ്മുടെ റബ്ബ് കാണുന്നുണ്ട്. അത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാനുള്ള കാരണമാണ്. അവനെ മടിയിലിരുത്തി അവൻ്റെ വായിലേക്ക് നമ്മൾ ചോറിൻ്റെ ഉരുള വെച്ചു കൊടുക്കുന്നത് അള്ളാഹു കാണുന്നുണ്ട്. അത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാനുള്ള കാരണമാണ്. അവൻ്റെ തലയിൽ തലോടുന്നതും സ്കൂൾ ബസ് വരുന്നത് വരെ ഗേറ്റിൽ കാത്തുനിന്ന് അവനെ യാത്രയാക്കുന്നതും ഒക്കെ അള്ളാഹു കാണുന്നുണ്ട്. അതിനൊക്കെ വലിയ പുണ്യവും കൂലിയുമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അള്ളാഹു മക്കളോട് കാരുണ്യം കാണിക്കുന്ന നല്ല ഉമ്മമാരുടെയും ഉപ്പമാരുടെയും കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു കൺകുളിർമയും സന്തോഷവും ചൊരിയട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. ഇന്ന് മുഹറം 10 ആശുറയിൻ്റെ ദിവസമാണ്. ഇന്ന് നോമ്പെടുത്തവർ സന്തോഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യുകഫിറു സനതൽ മാദിയ, കഴിഞ്ഞുപോയൊരു വർഷത്തെ ചെറിയ പാപങ്ങൾ ആ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടുന്നതാണ്. അള്ളാഹു നമ്മുടെ നോമ്പ് നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആശുറയിൻ്റെ നോമ്പെടുക്കുന്നതിൽ 4 മർത്തബകൾ നമുക്ക് കാണാൻ പറ്റും, 4 തട്ടുകൾ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഒന്നാമത്തെ തട്ട് മുഹറം 9, 10, 11 നോമ്പെടുക്കലാണ്. ഒരാൾക്ക് മുഹറം 10 മാത്രം നോമ്പെടുക്കണമെങ്കിൽ അങ്ങനെ നോമ്പെടുക്കാം, തെറ്റൊന്നുമില്ല. ഇപ്പോൾ മുഹറം 9 ഒരാൾ നോമ്പെടുത്തിട്ടില്ല, മുഹറം 11 ഒരാൾ നോമ്പെടുത്തിട്ടില്ല, മുഹറം 10 മാത്രമേ ഒരാൾ നോമ്പെടുത്തിട്ടുള്ളൂ. എന്നാലും ഈ പറഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുള്ള ശ്രേഷ്ഠത, പുണ്യം അയാൾക്ക് കിട്ടും.
അപ്പൊ ഏറ്റവും ടോപ്പ് മർത്തബ എന്ന് പറഞ്ഞാൽ മുഹറം 9, 10, 11 നോമ്പെടുക്കലാണ്. ഇന്നലെയും ഇന്നും നാളെയും നോമ്പെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിയ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 ഞാൻ നോമ്പെടുക്കും. പക്ഷെ നബി ജീവിച്ചിരുന്നിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു മുമ്പ് മരിച്ചിട്ടുണ്ട്. അപ്പൊ മുഹറം 10 മാത്രം നോമ്പെടുക്കുന്നതിനേക്കാളും നല്ലത് മുഹറം 9, 10 നോമ്പെടുക്കലാണ്. 2 ദിവസം ഒരാൾ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുഹറം 9, 10 നോമ്പെടുക്കലാണ് ഏറ്റവും നല്ലത്. ഇനി മുഹറം 9 ഒരാൾ നോമ്പെടുത്തിട്ടില്ല എങ്കിൽ അയാൾ മുഹറം 10 മാത്രം എടുക്കുന്നതിനേക്കാളും നല്ലത് മുഹറം 11 കൂടി നോമ്പെടുക്കലാണ്. അപ്പൊ ഒന്നാമത്തെ മർത്തബ എന്ന് പറഞ്ഞാൽ 3 ദിവസം നോമ്പെടുക്കലാണ്. അങ്ങനെ 3 ദിവസം നോമ്പെടുക്കുമ്പോൾ എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പെടുക്കുക എന്നുള്ളത് നബിന്റെ സുന്നത്തായിരുന്നു. അത് 13, 14, 15 ആവുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല എങ്കിൽ ഏത് ദിവസവും ഒരാൾക്ക് എന്ത് ചെയ്യാം, നോമ്പെടുക്കാം. മാസത്തിലെ 3 നോമ്പുകൾ എന്നുള്ളത് ഏത് ദിവസവും ആകാം. ഏത് 3 ദിവസം ആകുന്നതിലും വിരോധമില്ല. രണ്ടാമത്തെ തട്ട് എന്ന് പറഞ്ഞാൽ മുഹറം 9, 10 നോമ്പെടുക്കലാണ്. മൂന്നാമത്തെ തട്ട് മുഹറം 10, 11 നോമ്പെടുക്കലാണ്. ഇത് ജൂതന്മാരോട് എതിരാകുക എന്നുള്ളൊരു സംഗതി കൂടി അതിലുണ്ട്. മുഹറം 10 മാത്രം നോമ്പെടുത്തിരുന്ന ആൾക്കാരാണ് ജൂതന്മാർ. അപ്പൊ അവരോട് എതിരാകുക എന്നുള്ളൊരു സംഗതി കൂടി മുഹറം 9 അന്ന് കൂടി നോമ്പെടുക്കുമ്പോൾ കിട്ടും. അല്ലെങ്കിൽ മുഹറം 10 കൂടെ മുഹറം 11 കൂടി നോമ്പെടുക്കുമ്പോൾ നമുക്ക് കിട്ടും. ആ ഒരു സംഗതി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരാൾ മുഹറം 10 മാത്രം എടുക്കുന്നതെങ്കിൽ അതിൽ വിരോധവും ഇല്ല. ഈ ആശൂറാന്റെ നോമ്പിന് ഒരു ചരിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന സമയത്ത് അവിടുത്തെ ജൂതന്മാരെ നോമ്പെടുക്കുന്നത് നബി കാണുകയാണ്. അപ്പൊ അവർ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്താണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു നോമ്പ്, മുഹറം 10 നിങ്ങൾ എന്താണ് നോമ്പെടുക്കുന്നത്? അപ്പൊ അവര് നൽകിയ മറുപടി, ഹാദൽ യൗമുൽ ലദീ അദ്ഹറഹുല്ലാഹു ഫീഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10. ഫിറഔനെയും കൂട്ടരെയും അള്ളാഹു മുക്കി നശിപ്പിച്ച ദിവസമാണ് മുഹറം 10. അപ്പൊ അന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ നോമ്പെടുത്തു. അപ്പൊ മൂസാ നബി നോമ്പെടുത്തതുകൊണ്ട് ഞങ്ങളും നോമ്പെടുക്കുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നു ഔലാ ബി മൂസാ മിൻകും, നിങ്ങളെക്കാളും മൂസാ നബിയോട് അവകാശപ്പെട്ടവർ, മൂസാ നബിയോട് അടുപ്പമുള്ളവർ ഞങ്ങളാണ്. അതാണ് മുഹറം നോമ്പിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ബനൂ ഇസ്രായേൽക്കാരുടെയും കഥയും ചരിത്രമൊക്കെ നമുക്ക് വലിയ പാഠങ്ങളും മെസ്സേജുകളും തരുന്നുണ്ട്. ഖുർആനിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ പേരെടുത്ത് പറഞ്ഞ റസൂൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അള്ളാഹുവിന്റെ ദീന് നിങ്ങൾ മുറുകെ പിടിക്കുക, അള്ളാഹുവിന്റെ ദീനിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, ഏത് പ്രതിസന്ധിയിലും നിങ്ങളുടെ റബ്ബ് നിങ്ങളെ സഹായിക്കും. അതാണ് മൂസാ നബിയും ബനൂ ഇസ്രായേലുകാരും നമുക്ക് നൽകുന്ന സന്ദേശം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുന്നിൽ കടൽ 2ആയിട്ട് പിളർന്നു മാറുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട്. ആകാശത്ത് നിന്ന് അള്ളാഹു മന്നും സൽവയും ഇറക്കി കൊടുക്കുകയാണ്. അപ്പൊ അത് നമുക്കുള്ള പ്രചോദനമാണ്, ദീനിന്റെ നിയമങ്ങൾ മുറുകെ പിടിക്കാനുള്ള പ്രോത്സാഹനമാണ്. അള്ളാഹുൽ നിങ്ങൾ വിശ്വസിക്കൂ, അവന്റെ ദീനിൽ നിങ്ങൾ ഉറച്ചു നിൽക്കൂ, ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിന്റെ സഹായം ഉണ്ടാകുമെന്ന സന്ദേശമാണ് മുഹറം 10 നമുക്ക് നൽകാനുള്ള സന്ദേശം. അള്ളാഹു ദീന് മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനെ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗികളായ ആളുകളുണ്ട്, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, കടം കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകളുണ്ട്, അവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണമേ റഹ്മാനെ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനവും ശാന്തിയും നൽകണമേ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.